അഖ്ലാഖിൽ ആരിഫീൻ എന്ന ഗ്രന്ഥം ഇമാം ഷഅറാനി റഹിമഹുള്ളയുടെ ഹാദിൽ ഹായിരീൻ ഇലാ റസൂമി അഖ്ലാഖിൽ ആരിഫീൻ, സൂഫിയാക്കളുടെ സ്വഭാവം പറയുന്ന, ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ സ്വഭാവം പറയുന്ന അടിപൊളി ഗ്രന്ഥം. മുഴുവൻ മുതഅല്ലിമീങ്ങളും ആ ഗ്രന്ഥം സംഘടിപ്പിച്ച് മുത്താര ചെയ്യണം. ഇപ്പോൾ മുളച്ചു പൊന്തുന്ന സർവ കള്ളത്വരീക്കത്തിനെതിരെയും ആ ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം ഷഅറാനി റഹിമഹുള്ള സംസാരിക്കുന്നുണ്ട്. പുതിയ കാലത്ത് വരുന്ന ഏതൊക്കെ കള്ളത്വരീക്കത്തിന്റെ കള്ളനാണയങ്ങളുടെ സൂഫിസത്തിന്റെ പേരിൽ കടന്നു വരുന്ന മുഴുവൻ കള്ളനാണയത്തിന്റെയും വാദങ്ങളെ മുനയൊടിച്ച് നിലം പരിശാക്കുന്നുണ്ട് ഇമാം ഷഅറാനി റഹിമഹുള്ള ആ ഗ്രന്ഥത്തിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. സൂഫിയായി ജീവിച്ച ഒരാൾ, മക്കളെയൊക്കെ നല്ല നിലക്ക് വളർത്തിയ ഒരാൾ, അയാളുടെ അടുത്തേക്ക് നാട്ടിലുള്ള കുറച്ച് അഭ്യുതകാംക്ഷികൾ, സ്നേഹജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇടക്കിടെ കള്ളു കുടിക്കുന്നുണ്ട്, മൂത്ത കുടിയാണ്, കുടിച്ച് മൂത്തിട്ട് ലക്ക് ഇട്ട് മസ്തായി റോഡ് സൈഡിലും മറ്റൊക്കെ കിടക്കുകയാണ്, നിങ്ങളൊന്ന് പറഞ്ഞോ, ശരിയാക്കണം. അപ്പൊ ഈ സൂഫിയായ വാപ്പ പറഞ്ഞു, എന്റെ മോൻ അങ്ങനെ ചെയ്യൂല, എന്റെ മോൻ അങ്ങനെ കള്ളു കുടിക്കൂല, നിങ്ങൾ വെറുതെ അസൂയ കൊണ്ട് പറയുന്നതായിരിക്കും, എന്നെയും മക്കളെയും തമ്മിൽ തെറ്റിക്കാൻ പറയുന്നതായിരിക്കും, എന്റെ മോൻ അങ്ങനെ ചെയ്യൂല, ഞാൻ അങ്ങനെയല്ലല്ലോ മോനെ വളർത്തിയത്. അതാ പറയണത്, ഞാൻ അങ്ങനെയല്ലല്ലോ എന്റെ മോനെ വളർത്തിയത്, എന്റെ മോനിക്ക് ഞാൻ തർബീയത്തൊക്കെ കൊടുത്ത് എല്ലാം വേണ്ട എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ മോനൊരു നിലക്കും കള്ളു കുടിക്കൂല, കാളു മാറിയതാവും, അല്ലെങ്കിൽ നിങ്ങൾ പറയണ അസൂയ ഉണ്ടായിരിക്കും. ഈ വന്നവർക്ക് വലിയ നിരാശയായി, കാര്യമായിട്ട് സ്നേഹം കൊണ്ട് ആ കുട്ടി നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഇത് പറഞ്ഞത്. എന്നിട്ട് ഈ വാപ്പയായ ഈ സൂഫിയായ മനുഷ്യൻ എന്താ ഇങ്ങനെ പ്രതികരിക്കണം റബ്ബേ? പിന്നീട് ഒരു ദിവസം ഈ മകൻ നന്നായി കള്ളു കുടിച്ച് ബോധം നഷ്ടപ്പെട്ടപ്പോൾ നാട്ടുകാരായ 2-3 ആൾക്കാർ കൂടിയിട്ട് ഒരു തുണിയിൽ ഈ മോനെ കിടത്തി അതിൽ ചുറ്റിയിട്ട് ഈ മഹാനായ സൂഫിയായ ഉപ്പാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് വാതിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞതാ, നിങ്ങൾക്ക് ഇതൊരു സമ്മാനമുണ്ട് ഇവിടെ. നോക്കുമ്പോൾ മകൻ കള്ളു കുടിച്ച് കിടക്കാണ്. ഈ ഉപ്പ പൊട്ടി കരഞ്ഞുപോയി, ഒരുപാട് നേരം കരഞ്ഞുപോയി. ഞാൻ ഇങ്ങനെയല്ലല്ലോ എൻ്റെ മകനെ വളർത്തി, ഇവനിങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല എന്ന സങ്കടം. പക്ഷേ ഈ ഉപ്പ പിന്നീട് ചെയ്തത് അടിപൊളി പരിഹാരം. എന്താ ചെയ്തത്? പാതിരാത്രി എഴുന്നേറ്റിട്ട് റബ്ബിനോട്, അള്ളാഹുവിനോട് പൊട്ടി കരഞ്ഞതുമായിരുന്നു, അല്ലാ ഞാൻ ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ മോനിതാ കള്ളു കുടിച്ച് കിടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്, ഞാനത് വിശ്വസിച്ചിട്ടില്ല, ഇപ്പം എൻ്റെ മുന്നിൽ കിടക്കുകയാണ്, എൻ്റെ മോൻ്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലോ, നീ കൈവിടല്ലേ അല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നീണ്ട നേരം പാതിരാത്രി ദുആ ചെയ്തു. പിന്നീട് കണ്ടത് മഹാത്ഭുതമായിരുന്നു. പിറ്റേന്ന് രാവിലെ ആരും പറയാതെ, ഒരാളുടെ ഉപദേശം കിട്ടാതെ ഈ മകൻ തൗബ ചെയ്തു. വെറുതെ ഉള്ള തൗബയല്ല, തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ. വബിഅസ്മി തർക്കി ദംബി ഫീ മുസ്തഖ്ബല. പിന്നെ മരണം വരെ ആ ചെറുപ്പക്കാരനായ മകൻ വളർന്ന് മരണം വരെ, ഏത് പ്രായം വരെയാണോ ജീവിച്ചത് അത്രയും കാലം ഒരു തുള്ളി കള്ള് തൊടുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് മുഅ്മിനീങ്ങളെ അടിസ്ഥാനപരമായ പരിഹാരം. നമ്മൾ എത്ര ചെയ്താലും, നെറ്റ് ബ്രൗസിങ്ങുകളുടെ കാലം, വൃത്തികെട്ട ആപ്പുകളുടെ കാലം, ഹറാമുകൾ പെരുകുന്ന കാലം, തെറ്റുകുറ്റങ്ങളിലേക്ക് മാടി വിളിക്കുന്ന ക്യാമ്പസ് കാലം, നേരിട്ടൊരു പെണ്ണിന് ലവ് ലെറ്റർ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ലവ് ലെറ്ററിന്റെ ബോക്സുകൾ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കാലം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, തെറ്റ് ചെയ്യാനുള്ള മുഴുവൻ സാഹചര്യവും നമ്മുടെ കുട്ടികൾക്ക് ചുറ്റുവട്ടത്തുണ്ട്. നമ്മൾ എന്ത് തർബിയത്ത് ചെയ്താലും അതിലപ്പുറം വേലി ചാടാൻ കുട്ടികൾക്ക് സാഹചര്യങ്ങളും നെറ്റ് ക്രോസിങ്ങുകളും എല്ലാം ഉണ്ട്. അവിടെ നമ്മൾ അടിസ്ഥാനപരമായ പരിഹാരം അള്ളാഹുവിനോട് പറയലാണ്, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പറയണം. 5 വക്ത് നിസ്കാര ശേഷം പ്രത്യേകിച്ച് പാതിരാത്രി എഴുന്നേറ്റ് മഖാമുകളിൽ ചെന്ന്
എവിടെയെല്ലാം ദുആഇന് ഇജാബത്തുണ്ട്, ഏതെല്ലാം സമയങ്ങളിൽ ദുആഇന് ഉത്തരമുണ്ട്, ആ സമയങ്ങളും സ്ഥലങ്ങളും കണ്ടെത്തി ഏതെല്ലാം മജ്‌ലിസുകളിൽ പങ്കെടുക്കാൻ പറ്റും അവിടെയൊക്കെ പങ്കെടുത്ത് തന്ന മക്കൾ, തരുന്ന മക്കൾ, പേരക്കുട്ടികളൊക്കെ സ്വാലിഹീങ്ങളാവാൻ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. നമ്മുടെ മകൻ കള്ളു കുടിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടാൽ, നമ്മളെ മകൾ വളർന്ന് 18 തികയുമ്പോൾ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം ഉപ്പ നോക്കണ്ട, ഉമ്മ നോക്കണ്ട, ഞാൻ നോക്കുമെന്ന് പറഞ്ഞ് ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയാൽ ഹാജിയാരെ 65 കൊല്ലം പിന്നെന്തിനാ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചത്? ഭക്ഷണത്തരത്തിന് പിന്നെ എവിടെയാണ് നമ്മൾ പോകേണ്ടത്? നമ്മളെ മക്കൾ നമ്മുടെ ഖബറെന്ന മണ്ണറ മണിയറയാക്കി തരാൻ പറ്റുന്ന മക്കളാവണം. നമ്മളെ മക്കൾ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മുടെ ഖബർ വെളിച്ചമാക്കി തരുന്ന, ആഖിറത്തിലേക്ക് മാണ്ടി വിളിക്കുന്ന മക്കളായി തീരണം. അതിനെല്ലാ സമയങ്ങളിലും ദുആ ചെയ്യണം, മക്കൾ നന്നായി കിട്ടാൻ. ഷഅറാനി ഇമാമ് തന്നെ അവിടുത്തെ തംബീഹുൽ മുഖ്തരീനിൽ സ്വന്തം ഒരു അനുഭവം പറയുന്നുണ്ട്. എൻ്റെ അബ്ദുറഹ്മാൻ എന്ന മകനെ പഠിക്കാൻ പലവട്ടം ഞാൻ വിട്ടു. അവന് കിതാബ് മനസ്സിലാവുന്നില്ല, അവന് കിതാബ് തിരിയണില്ല, അവന് കിതാബിനോട് താല്പര്യമില്ല. ഞാൻ ഒരു രാത്രി എഴുന്നേറ്റ് അള്ളാഹിനോട് പറഞ്ഞു, എന്നെ കൊണ്ടാവില്ല, നീ തന്നെ ഏറ്റെടുക്കണം എൻ്റെ മകനെ. പൊട്ടിക്കരഞ്ഞ് അള്ളാഹിനോട് പറയുമ്പോഴേക്ക് എൻ്റെ മകൻ വലിയ ആലിമായി, പഠിച്ചു, വളർന്നു, വലുതായി. അള്ളാഹ് ഏറ്റെടുത്താൽ ശരിയാവും. ഏത് മെഡിക്കൽ കോളേജ്, ഏത് BDS, ഏത് BPharm, ഏത് MLTയും, ഏത് CMAയും, ഏത് കോഴ്സ് എടുത്താലും അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ക്യാമ്പസിലും, ഏത് കാംബ്രിഡ്ജും, ഏത് ഓക്സ്ഫോർഡും, ഏത് JNUവും, ഏത് ക്യാമ്പസിൽ പഠിച്ചാലും നമ്മളെ മക്കൾ നന്നാവും. അള്ളാഹിനെ ഏറ്റെടുപ്പിക്കണം. അതിന് നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കണം. ഉപ്പൻ്റെ ഉമ്മൻ്റെ ദുആഇന് ഇജാബത്തുണ്ടെന്ന് ഹദീസിൽ പറഞ്ഞല്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാം വളർന്നു വന്ന സാഹചര്യം നിങ്ങൾ നോക്കൂ. ചെറിയ പ്രായത്തിൽ പൊട്ടക്കിണറ്റിലുള്ള ആളായി യൂസുഫ് നബി അലൈഹിസ്സലാം. കുറച്ച് കഴിഞ്ഞിട്ട് സലീഹയുടെ എന്തെല്ലാം ശല്യങ്ങൾ ഉണ്ടായിരുന്നു. വഹമ്മത്ത് ബിഹി, സലീഹ യൂസുഫ് നബിയെ വൃത്തികേട് ചെയ്യാനും വ്യഭിചരിക്കാനും താല്പര്യപ്പെട്ടില്ലേ? വഹമ്മ ബിദർബിഹ വബിദഫിഹ, അപ്പോഴൊക്കെ യൂസുഫ് നബി അലൈഹിസ്സലാം തെറ്റിൽ നിന്ന് മാറി നിന്ന് പ്രതിരോധിച്ചില്ലേ? ഇല്ലേ? പിന്നീട് യൂസുഫ് നബി ജയിലിലാണ്, കൊള്ളക്കാരും കള്ളന്മാരുള്ള ജയിലിൽ. എന്നിട്ട് എന്താ പ്രശ്നം? പൊട്ടക്കിണറ്റിൽ, സലീഹയുടെ കൊട്ടാരത്തിൽ, ജയിലിൽ. ഈ സാഹചര്യങ്ങൾ മുഴുവനും മോശമാവാനുള്ള സാഹചര്യങ്ങളാണ്. എന്നിട്ടും യൂസുഫ് നബി പുറത്തു വരുമ്പോൾ യൂസുഫ് അസ്സദീഖ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചിന്തിക്കാത്ത നേതാവായി വളർന്നു വന്നില്ലേ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം. ഈ 7 കാര്യങ്ങളും ഒന്നിച്ചുള്ള ഒരു വ്യക്തിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഈജിപ്തിലെ ധനമന്ത്രിയായ കാലത്ത് എന്തുമാത്രം നീതി പുലർന്ന ഒരു കാലമായിരുന്നു. ഷാബുന്ന ഷാഫി, ഇബാദത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ച ഒരു യുവത്വമല്ലേ? അല്ലേ? റജുലാനി തഹബ്ബാ ഫില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിലല്ലേ യാക്കൂബ് നബിയും മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം പരസ്പരം ഇഷ്ടപ്പെട്ടത്? റജുലുൻ ദഅതു ഇംറഅതുഹു ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, തെറ്റ് ചെയ്യാൻ മാടി വിളിച്ചിട്ട് വേണ്ട, ഞാനില്ല, നോ എന്ന് പറഞ്ഞ ആളല്ലേ? ഇങ്ങനെ 7 കാര്യങ്ങളും മേളിച്ചിട്ടുണ്ടെന്ന് അൽ ഖൗലുൻ നാഫിഅ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി റഹിമഹുല്ലാഹ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹ് ഏറ്റെടുത്താൽ അങ്ങനെയാണ്. അള്ളാഹ് ഏറ്റെടുക്കണം. അതിന് നമ്മൾ നന്നായി ദുആ ചെയ്യണം. അല്ലാഹുവേ, നമ്മുടെ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ ഒക്കെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. നമ്മളെ മക്കളുടെ ഇന്നത്തെ വിഷയം തന്നെ സ്വർഗത്തിലേക്കുള്ള മക്കൾ എന്നതാണ്. നമുക്ക് തരുന്ന എല്ലാ മക്കളെ, പേരക്കുട്ടികളെ എല്ലാവരെയും സ്വർഗത്തിലേക്കുള്ള വിരുന്ന് സ്വത്തായി, സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന മക്കളായി കബൂൽ ചെയ്യണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, നമ്മുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനേ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹ്. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഖിയാമത്ത് വരെയുള്ള പരമ്പര അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരമ്പരയാക്കണേ അല്ലാഹ്. ഒരൊറ്റ ജനറേഷനെയും ബിദ്അത്തിന്റെ ശർറിൽ പെടുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആലിമീങ്ങളെ, ഹാഫിളീങ്ങളെ, സ്വാലിഹീങ്ങളെ നൽകണേ റഹ്മാനേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഇവിടെ വന്ന് പങ്കെടുത്ത, സംഭാവന ചെയ്ത, മജ്‌ലിസിൽ പങ്കെടുത്ത സംഘാടകർ എല്ലാവർക്കും, പ്രവാസികൾ, ഓൺലൈനിൽ വീക്ഷിക്കുന്നവർ, ഓഫ്ലൈനിൽ ഇവിടെ പങ്കെടുത്ത ആൺ പെൺ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ.
ഒരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മത്തെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്ക് തരില്ല റഹ്മാനെ. ഇയാളൊന്നും മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന രോഗമൊന്നും തരില്ല റഹ്മാനെ. നജസിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. നമ്മളെല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി